സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. ദീപാവലി സമ്മാനമായി ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്ന GST പരിഷ്കരണം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണിത്. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ തൊഴിലവസര പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഗാന്ധി സ്മൃതിയിൽ ആദരമർപ്പിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ത്രിവർണ്ണ പതാക ഉയർത്തി. തുടർച്ചയായി 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയത്. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇന്ന് തുടക്കം. आज 15 अगस्त के ही दिन मेरे देश के युवाओं के लिए 1 लाख करोड़ रुपए की योजना हम चालू कर रहे हैं, लागू कर रहे हैं. പദ്ധതി അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് സർക്കാരിൽ നിന്നും 15,000 രൂപ ലഭിക്കും. 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. ഈ വർഷം അവസാനത്തോടെ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിലെത്തുമെന്നും പ്രധാനമന്ത്രി. ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചെത്തിയ ശുഭാൻശു ശുക്ല ഉടൻ ഇന്ത്യയിലെത്തുമെന്നും വൈകാതെ തന്നെ ഇന്ത്യയും സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2035ഓടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വികസിപ്പിക്കാനും ശത്രുക്കൾക്ക് ശക്തമായും കൃത്യതയോടെയും തിരിച്ചടി നൽകാൻ തദ്ദേശീയ ആയുധങ്ങൾ വികസിപ്പിക്കാനുമുള്ള പ്രതിരോധ ദൗത്യമായ സുദർശന ചക്ര ദൗത്യവും പ്രധാനമന്ത്രി തന്റെ 104 മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. 24 ഡൽഹി.